നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതേടാ, ഞാൻ തന്നെയാ ആനന്ദൻ. ഇവിടെ എന്താ നിന്റെ പരിപാടി? ഒരു പെൺകുട്ടിയെ ട്രാപ്പിൽപ്പെടുത്തിയിട്ട് നാടാൻ കളിക്കുന്നു. കുറെ നാളായി ഞാൻ ഈ താലിയും കൊണ്ട് നിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഇന്ന് ഇവിടെ വെച്ച് ദേ ഇപ്പോ ഞാൻ നിന്റെ കഴുത്തിൽ താലി കിട്ടും. സാക്ഷിയായിട്ട് ദേ പ്രിയപ്പെട്ട കുട്ടൻ. മിണ്ടാരങ്ങടാ. ദേ ഈ താലി കെട്ട് ചടങ്ങൊന്നും കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവനെ ഇവിടുന്ന് പറഞ്ഞുവിടാം. എന്നാ പിന്നെ ചടങ്ങ് നടത്തിയേക്കാം. മന്ത്രോച്ചാരണങ്ങളും മംഗളമേളങ്ങളും ഒന്നുമില്ലാതെ ഭദ്രൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവാ. വേണ്ട ആലിലക്കാവിലെ ദേവിയെ നിന്നെ ഞാൻ താമരത്താലിയിൽ തടവിലാക്കും. കടുകുകൾ പൂക്കുമാ വയലുകൾക്കപ്പുറം കുടിലേക്കിന്ന് ഞാൻ കൊണ്ടുപോകും. ആലിലക്കാവിലെ മോള് ഹാപ്പിയല്ലേ? ശരിയല്ല. അടങ്ങിക്കടി. വേണ്ട. വേണം. കേട്ടല്ലേ? നീ അതേടാ, ഞാൻ തന്നെയാ ആനന്ദൻ. ഇവിടെ എന്താ നിന്റെ പരിപാടി? ഒരു പെൺകുട്ടിയെ ട്രാപ്പിൽപ്പെടുത്തിയിട്ട് നാടാൻ കളിക്കുന്നു. അതേടാ, ഞാൻ താലിയും കെട്ടും ഇവിടെ വെച്ച് ഫസ്റ്റ് നൈറ്റ് നടത്തും. നീ ആടപ്പില്ല ചോദിക്കാൻ. ചില അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി ദൈവങ്ങൾ അവതാരം എടുക്കും. അതുപോലെ നിന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി അവതാരം എടുത്തവനാ ഞാൻ. അന്ന് അമ്മയുടെ കഴുത്തിൽ കത്തി വെച്ചപ്പോഴേ ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതാ. ഇന്ന് എനിക്ക് ആ കടം തീർക്കണം. ആനന്ദ, എടാ
ദേവിക പിടിക്ക. പതുക്കെ. കുട്ടാ, അനന്ത കുട്ടൻ എന്തെങ്കിലും പറ്റിട്ടുണ്ടാവോ? നമുക്ക് ആദ്യം പുറത്ത് കിടക്കാം, എന്നിട്ട് സിദ്ധാർത്ഥനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാം. വാ. ആ. കേറ്. ആനന്ദ, ഒരുപാട് നന്ദിയുണ്ട്. ഭദ്രനെ പോലൊരു ദുഷ്ടനോട് ശത്രുത ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പറഞ്ഞ അത് ഞാൻ കൊടുക്കും. അതാ എൻ്റെ ഒരു രീതി. ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ഒരു പക്ഷേ ഞാൻ കൊടുക്കുന്ന സ്നേഹം പോലും എനിക്ക് തിരികെ കിട്ടണമെന്നില്ല. എങ്കിലും ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. എന്റെ അനിയത്തിയുടെ ജീവിതം എനിക്ക് ഭദ്രാക്കണം. ഞാൻ കാരണം അവർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അച്ഛന്റെ മരണശേഷം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കുടുംബത്തെ ഒന്നിച്ചു കൊണ്ടുവന്ന ഞാനാ. അതെന്റെ ഉത്തരവാദിത്വം. അത് നിറവേറ്റാൻ മാത്രം ഞാൻ ശ്രമിക്കുന്നത്. എന്നോട് വിരോധമൊന്നും തോന്നരുത്. അമ്പലത്തിൽ വെച്ച് എന്നോടെന്തോ പറയാനുണ്ടെന്ന് ഞാനെന്തോ പറഞ്ഞിരുന്നില്ലേ? അന്നത് കേൾക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല. എന്താ പറയാനുണ്ടായിരുന്നത്? അത് കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയാൻ വരികയായിരുന്നു. തൻ്റെ പ്രശ്നങ്ങൾ തീരാൻ എത്ര കാലം എടുത്താലും അത്രയും കാലം ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഇനി ഇപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ അതിനൊന്നും ഒരു പ്രസക്തിയില്ലല്ലോ. കുഞ്ഞുങ്ങളുടെ മനസ്സ് നന്മയുള്ള ഈ ചെറുപ്പക്കാരനായിരിക്കും ദേവുവിൻ്റെ സ്നേഹം അർഹിക്കുന്നത്. ഞാൻ അതിൻ്റെ ഇടയിലേക്ക് വരുന്നില്ല. ദേവി കയറാം. ഈശ്വര, ഞാൻ കാരണം എന്നെ സ്നേഹിക്കുന്നവരെല്ലാരും വേദന അനുഭവിക്കുകയാണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.